നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ബിഗ് പ്ലേയേഴ്സ് ഈ ഒരു സെക്ടറിലും ഇതിന്റെ സ്റ്റോക്കുകളിലും എൻട്രി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് സെക്ടർ, ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു സെക്ടറിൽ എൻട്രി എടുക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മണി സപ്ലൈ ചെയിൻ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എക്കണോമിയിലെ നമുക്ക് ഒരു വശത്ത് നമ്മുടെ GDP ഗ്രോത്ത് നിൽക്കുന്നുണ്ട്, ഒരു വശത്ത് നമുക്ക് ഇൻഫ്ലേഷൻ ഒന്ന് പിടിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മണി സപ്ലൈയും ഗ്രോത്തും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മണി സപ്ലൈ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ രാജ്യത്ത് റുപ്പീസ് എത്രമാത്രം മണി സപ്ലൈ കൂടുന്നോ അതനുസരിച്ച് നമ്മുടെ GDPയും കൂടും, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും അതിനൊപ്പം തന്നെ കൂടും. ഇത്രയും മനസ്സിലാക്കുക. അതുപോലെ തന്നെ മണി സപ്ലൈ എത്രമാത്രം നമ്മുടെ രാജ്യത്ത് കുറയുന്നു അതനുസരിച്ച് നമ്മുടെ എക്കണോമി എന്താണ്, കുറയും, എക്കണോമിക് ഗ്രോത്ത് കുറയും, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കുറഞ്ഞു പോകും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മണി സപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാക്കണം, ഇൻഫ്ലേഷനെയും പിടിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ആരാണ് നമ്മുടെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് RBI ആണ്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ സെൻട്രൽ ബാങ്ക് ആണ് ആ ഓരോ രാജ്യത്തെ. അപ്പം ഈ RBI എങ്ങനെയാണ് നമ്മുടെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രോത്ത് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് RBI ഒരുപാട് ക്യാഷ് നമ്മുടെ മാർക്കറ്റിലേക്ക്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എല്ലാവരുടെയും കയ്യിലേക്ക് ക്യാഷ് കൂടുതലായിട്ട് വരും. ചെറിയ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി അവർ പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ നടത്തും, പുതിയ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത് പുതിയ പുതിയ ഏണിങ്സ് കമ്പനികൾക്കുണ്ടാകും. അതനുസരിച്ച് എക്കണോമി ഗ്രോ ചെയ്യും. ഈ എക്കണോമി ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി RBI സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇൻഫ്ലേഷനും കൂടി വരും. അതിനൊപ്പം തന്നെ ഇപ്പൊ ഇൻഫ്ലേഷൻ കൂടി വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി RBI എന്ത് ചെയ്യും? റെഡ്യൂസ് സപ്ലൈ, അതായത് ക്യാഷ് സപ്ലൈ നമ്മുടെ സൊസൈറ്റിയിലുള്ളത് റെഡ്യൂസ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ഗ്രോത്തും കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇത് സൈക്കിളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മണി സപ്ലൈ കൂട്ടിയും കുറച്ചും ഇങ്ങനെ സൈക്കിളായിട്ട് കൺട്രോൾ ചെയ്യുന്ന RBI ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതനുസരിച്ചാണ് നമ്മുടെ GDP ഗ്രോത്തും ഇൻഫ്ലേഷനും റൊട്ടേറ്റ് ചെയ്ത് വർക്കാകുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട RBI 3 മേജർ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, രണ്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ സെൽ സ്വാപ്പ്, മൂന്നാമത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് ആൻഡ് ഹൈക്സ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI അവരുടെ കയ്യിലുള്ള ക്യാഷ് മണി സപ്ലൈ കൂട്ടണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ഗവൺമെന്റ് ബോൺസ്, ബാങ്കിലിരിക്കുന്ന ഗവൺമെന്റ് ബോൺസ് അവര് വാങ്ങുന്നു. അതിനുശേഷം RBIയുടെ കയ്യിൽ നിന്ന് ക്യാഷ് ബാങ്കിന് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാകും. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതനുസരിച്ച് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഗ്രോത്ത് ഉണ്ടാവും, സൊസൈറ്റിക്ക് ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും കൂടും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് തോന്നുവാണ്, RBIക്ക് തോന്നുവാണ് മണി സപ്ലൈ കുറയ്ക്കേണ്ടതായിട്ടിരിക്കുന്നു, കാരണം ഇൻഫ്ലേഷൻ കൂടി പോവാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഈ OMO തന്നെ ഉപയോഗിച്ച് RBIയുടെ കയ്യിലിരിക്കുന്ന ബോണ്ടുകൾ അത് തിരിച്ച് ബാങ്കിന് കൊടുക്കും, ബാങ്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങും. അപ്പൊ അങ്ങനെ ചെയ്ത് OMO ഉപയോഗിച്ച്, അതായത് ഗവൺമെന്റ് ബോൺസ് ഉപയോഗിച്ച് മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും RBIക്ക് സാധിക്കും. രണ്ടാമതാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ സെൽ സ്വാപ്പ്. ഇവിടെ വരുന്ന സമയത്ത് ഡോളർ, RBIയിൽ ഇരിക്കുന്ന ഡോളർ ബാങ്കിന് കൊടുക്കുന്നു. ബാങ്കിന് കൊടുക്കുന്ന അനുസരിച്ച് ബാങ്ക് ക്യാഷ് RBIക്ക് കൊടുക്കുന്നു. അപ്പം എന്താണ്, അവിടെ മണി സപ്ലൈ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് മണി സപ്ലൈ കൂട്ടാനാണ് RBI ഉദ്ദേശിക്കുന്നതെങ്കിൽ RBI കൂടുതലായിട്ട് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഡോളറുകൾ വാങ്ങുന്നു. അതിനുശേഷം RBIയിൽ ഇരിക്കുന്ന ക്യാഷ് റുപ്പീസ് അത് മാർക്കറ്റിലേക്ക്, സൊസൈറ്റിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ സെൽ സ്വാപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് മണി സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനും RBIക്ക് സാധിക്കും. ഇനി ഫേമസ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് ആൻഡ് ഹൈക്സ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് എന്താണ്, കൂടുതലായിട്ട് എമൗണ്ട് ബാങ്കുകളിലേക്ക് എത്തും. അതനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത്, മണി സപ്ലൈ കൂടും. അതനുസരിച്ച് എക്കണോമിക് ഗ്രോത്തും കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് എന്താണ്, ബാങ്കുകൾ കൂടുതലായിട്ട് ലോൺ എടുക്കാതിരിക്കും. ബാങ്കുകൾ കൂടുതലായിട്ട് RBIയിൽ നിന്ന് ലോൺ എടുക്കത്തില്ല. അതനുസരിച്ച് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാരും കൂടുതലായിട്ട് ലോൺ എടുക്കത്തില്ല. പുതിയ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ പൊതുവെ കുറയാനുള്ള സാധ്യതകളും ഉണ്ട്. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സും ഹൈക്സും ഉപയോഗിച്ചിട്ടാണെങ്കിലും മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBIക്ക് സാധിക്കും. ഇനി നമുക്ക് ഇൻഫ്ലേഷൻ റേറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മുടെ കണക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസം കഴിയുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കുറവ്, ഇൻഫ്ലേഷന്റെ ആ ഒരു റേറ്റിൽ ഒരു കുറവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ RBI എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫ്ലേഷൻ കുറവാണ്, അതുപോലെ തന്നെ നമുക്ക് GDP ഗ്രോത്തിന് വേണ്ടി ട്രൈ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് GDP ഗ്രോത്തിന് വേണ്ടി ട്രൈ ചെയ്യാം. അതിനു വേണ്ടി എന്താണ്, RBI ആദ്യം പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത് ഏത് 3 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ക്യാഷ് ഫ്ലോ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് മണി സപ്ലൈ കൂടുതലായിട്ട് കൂട്ടാനുള്ള മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു 3ാമത്തെ മെത്തേഡാണ് നമ്മുടെ RBI അഡോപ്റ്റ് ചെയ്തത്. അത് ഏതായിരുന്നു, അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അഡോപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് RBI കുറച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2025 ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് പതുക്കെ കുറച്ച് നമുക്ക് അപ്രോക്സിമേറ്റ് 6.5 നിന്ന് ഇപ്പൊ 5.25 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് RBI കുറച്ചു. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് എന്താണ്, കൂടുതലായിട്ടുള്ള എമൗണ്ട് മണി ബാങ്കിലേക്ക് ചെല്ലും. ബാങ്ക് എന്താണ്, ചെറിയ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി കൂടുതൽ ലോണുകൾ ബാക്കിയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് ആൾക്കാർ കൂടുതലായിട്ട് ലോണുകൾ എടുക്കും, അത് ഉപയോഗിക്കും. ഹോം ലോൺ ആയിട്ടാണെങ്കിലും ബിൽഡിംഗ് ക്രിയേഷൻ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്, ബാക്കിയുള്ള എല്ലാ പേഴ്സണൽ ലോൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നതനുസരിച്ച് എന്താണ്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പനികൾ കൂടുതൽ ഏൺ ചെയ്യും. അത് കൂടുതൽ ഏൺ ചെയ്യുന്നതനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 2025 എന്താണ്, ഈ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ കുറയ്ക്കുന്ന സമയത്ത് തന്നെ അത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യോ? ഇല്ല. ഈ കുറയ്ക്കുന്ന റേറ്റുകൾ അത് പ്രാവർത്തികമായിട്ട് വരണമെങ്കിൽ, പ്രാവർത്തികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് RBI കുറച്ചു, അത് ബാങ്കിൽ ചെന്ന് അത് ബാങ്കിൽ നിന്ന് കൂടുതലായിട്ടുള്ള ക്യാഷ് പുറത്തേട്ട് പോയിട്ട് ബാക്കിയുള്ള ആളുകൾ അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് ബാക്കിയുള്ള കമ്പനികൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതിന്റെ ആ ഒരു പ്രോഫിറ്റ് ഏണിങ്സ് അത് കമ്പനികളിലെത്തി. ആ കമ്പനികൾ പിന്നെ ക്വാർട്ടർലി റിസൾട്ടും ഒക്കെ ഇയർലി റിസൾട്ടും ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നതിന് വേണ്ടി സമയമെടുക്കുക. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് എടുക്കുന്നതിന് വേണ്ടി ടൈം എടുക്കും, സൈക്കിളാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 2022 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 2022 കാലഘട്ടത്തിൽ RBI കൃത്യമായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് കൊണ്ട് തന്നെ അവിടെ മണി സപ്ലൈ കുറയ്ക്കാനാണ് RBI ട്രൈ ചെയ്തത്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെന്തിനാണ്, ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ GDP ഗ്രോത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണി സപ്ലൈ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് വരാൻ വേണ്ടി RBI ആഗ്രഹിക്കുന്നു. അതായത് GDP കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു RBI. ക്ലിയർ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബിഗ് പ്ലേയേഴ്സ് എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്? ഇങ്ങനെ ഒരു സാഹചര്യം കാണുന്ന സമയത്ത് ബിഗ് പ്ലേയേഴ്സ് അവർക്ക് എൻട്രി എടുക്കുന്നത് ഒരിക്കലും എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടിയല്ല. അവര് ആ ഒരു സിറ്റുവേഷനിൽ, അതായത് മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന കൺസോളിഡേറ്റഡ് റീജിയൻസിൽ അവർ എൻട്രി എടുക്കും. അതിനുശേഷം അവർ പ്രോഫിറ്റബിൾ ആയിട്ട് റാലി കിട്ടുന്നിടം വരെ അവർ ഹോൾഡ് ചെയ്യും. അവർ കുറച്ച് നാളും കൊണ്ട് ചെറിയ ലോസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങാൻ തയ്യാറല്ല. അവർ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് എടുത്ത് പുറത്തിറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം
അതിന്റെ ഒരു റിഫ്ലക്ഷൻ ചിലപ്പെങ്കിലും വരാൻ വേണ്ടി സമയമെടുക്കും. അപ്പൊ ആ ഒരു വരാനുള്ള സമയം വരെ അവർ വെയിറ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പ് തന്നെ അവര് റീറ്റെയിലേഴ്സ് അറിയാതെ പതിയെ പതിയെ എൻട്രി എടുത്ത് മുമ്പോട്ട് പോകും. ബിഗ് പ്ലേയേഴ്സിന്റെ എൻട്രി അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാങ്ക്സ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു. അതായത് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു. അപ്പൊ കൂടുതലായിട്ടുള്ള എമൗണ്ട് ആദ്യമേ തന്നെ എല്ലാ ബാങ്കുകളിലേക്കാണ് ചെല്ലുന്നത്. ബാങ്കുകളിലേക്ക് ചെല്ലുന്നതനുസരിച്ച് അവിടെ ലോണുകൾ ഒരുപാട് പുറത്തു പോകും, ഇൻഷുറൻസുകൾ ഒരുപാട് പുറത്തു പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ബാങ്കിന് കിട്ടും. അപ്പൊ കൂടുതലായിട്ട് ലോൺ പുറത്തു പോയതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഏണിങ്സ് കിട്ടും. ഏണിങ്സ് കിട്ടുന്നതനുസരിച്ച് കമ്പനികൾ പ്രോഫിറ്റബിൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നു ബാങ്കുകളുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് ബാങ്കിങ് സെക്ടർ ബൂം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അടുത്ത മൂവ്മെന്റിനുള്ള ചാൻസുകൾ മുമ്പോട്ടുണ്ട്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് സ്റ്റോൺ ഫെഡറൽ ബാങ്കിന്റെ 9.99% സ്റ്റേക്ക് വാങ്ങുന്നതിന്റെ ഒരു ന്യൂസ് ആണ്. അതുപോലെ തന്നെ യെസ് ബാങ്ക് SMBC ജപ്പാനീസ് കമ്പനി 4.22% യെസ് ബാങ്കിന്റെ സ്റ്റേക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 60% RBL ബാങ്കിന്റെ സ്റ്റേക്ക് ദുബായ് എമിറേറ്റ്സ് NBD ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ കാരണം എന്താണ്? അവര് ആ ഒരു ഫ്യൂച്ചറിലേക്ക് എന്താണ് വരുന്നതെന്ന് അവർ മനസ്സിലാക്കിയെടുത്ത് ബാങ്കുകളിൽ മൂവ്മെന്റ് ബാങ്കുകൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആകാനും ആ ഒരു പ്രോഫിറ്റബിളിൽ സ്റ്റോക്ക് പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ബിഗ് പ്ലേയേഴ്സ് എൻട്രി വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ നിഫ്റ്റി ബാങ്കിന്റെ ഇൻഡെക്സ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു 2025 കാലഘട്ടത്തില് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ഇത് കണ്ടോ, ആ ഒരു സമയത്ത് പതുക്കെ അത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അപ്രോക്സിമേറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിന് തന്നെ ഗുണം ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ടോട്ടൽ ആയിട്ടുള്ള ബാങ്കിങ് ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതും. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കണക്റ്റിംഗ് ബാങ്കുകൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പൊ ഞാനിവിടെ യെസ് ബാങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന 1 ഇയറിൽ പതിയെ മൂവ് ചെയ്ത് ഒരു 10% റിട്ടേൺ ഒക്കെ ഈ ഒരു ബാങ്കും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഹോൾഡിംഗ് പാറ്റേണിൽ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടുതലായിട്ട് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റീറ്റെയിലേഴ്സ് എന്താണ് സംഭവിക്കുന്നത്? റീറ്റെയിലേഴ്സിന്റെ സ്ട്രൈക്ക് പാറ്റേൺ, റീറ്റെയിലേഴ്സിന്റെ ഹോൾഡിംഗ് പാറ്റേൺ കുറച്ച് ഒത്തിരി കൂടുന്നതൊന്നുമില്ല, ചെറിയ രീതിയിൽ കുറഞ്ഞ് പതുക്കെ പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന പിയർ കമ്പനികൾ നോക്കാം. HDFCയുടെ നോക്കാം. HDFCയുടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. HDFCയുടെ 1 ഇയർ ചാർട്ടില് നമുക്ക് ഒരു സെയിം ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണുന്നത്. അടുത്ത മൂവിന് വേണ്ടി റെഡി ആവുമായിരിക്കും. കാരണം എക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അതിന്റെ റിഫ്ലക്ഷൻ വരാൻ വേണ്ടി ഇനിയും സമയം എടുക്കും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം. ഇതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ഇവിടെ റീറ്റെയിലേഴ്സിന്റെ ഹോൾഡിംഗ് പാറ്റേൺ ഇച്ചിരി കൂടിയതായിട്ട് ഈ ഒരു ബാങ്കിൽ കാണുന്നുണ്ട്. ബാക്കിയുള്ള പിയർ കമ്പനികൾ നമുക്ക് നോക്കാം. ICICIയുടെ നമുക്ക് ഓപ്പൺ ആക്കാം. വൺ ഇയറിൽ റിട്ടേൺ അധികം തന്നിട്ടില്ല. ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് റീറ്റെയിലേഴ്സിന്റെ ചെറിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുള്ളൂ. ഒരിക്കലും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറയുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണുന്നത്, ഒട്ടും കൂടുന്നില്ല. ഇവിടെ നമുക്ക് 1 ഇയർ 24% റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് റീറ്റെയിലേഴ്സ് ചെറിയ രീതിയിൽ കുറഞ്ഞു പോകുന്നത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സ് എത്രമാത്രം കുറഞ്ഞു പോകുന്നു അത്രയും തന്നെയാണ് ബെറ്റർ. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിച്ച് അവർ കൂടുതലായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയാണ് കൂടുതലായിട്ട് എൻട്രി എടുക്കുന്നത്. അവർ പ്രോഫിറ്റബിൾ ആകാനുള്ള ചാൻസ് കൂടുതലാണ് റീറ്റെയിലേഴ്സിനേക്കാൾ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആക്സിസ് ബാങ്ക്, വൺ ഇയറിൽ 15% റിട്ടേൺ. ഹോൾഡിംഗ് പാറ്റേണിൽ നമുക്ക് ഒരു ചെറിയൊരു കൂടൽ ഇവിടെ കാണുന്നുണ്ട്. റീറ്റെയിലേഴ്സും എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ന്യൂസിൽ കണ്ട ബാങ്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. RBL ബാങ്ക് 1 ഇയറിൽ 93%. ആ ഒരു ന്യൂസ് വന്നതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്ര റിട്ടേൺ കിട്ടിയത്. ഇവിടെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് റീറ്റെയിലേഴ്സ് ഒരുപാട് കുറഞ്ഞു. അതിന് പകരമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഒരുപാട് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നു. പാറ്റേൺ ഒരുപാട് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പം ആ ഒരു ന്യൂസസും അതിനെ ഡിപ്പെൻഡ് ചെയ്തു. ആ ഹോൾഡിംഗ് പാറ്റേൺ ചേഞ്ച് അതിനെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ റിട്ടേൺ 93%. ബാക്കിയുള്ള ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര മാത്രം ഒരു വേരിയേഷൻ അവിടെ കാണിച്ചു തന്നു. നമുക്ക് ഫെഡറൽ ബാങ്ക് ന്യൂസിലുള്ള ഒരു ബാങ്കാണ്. ഇവിടെയും 30% റിട്ടേൺ, നല്ലൊരു റിട്ടേൺ തന്നിട്ടുണ്ട്. ഇവിടെ റീറ്റെയിലേഴ്സിന്റെ ചെറിയ രീതിയിൽ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഹോൾഡിംഗ് പാറ്റേൺ. അപ്പം നമുക്ക് എല്ലാ ബാങ്കുകളിലും കൃത്യമായിട്ട് കാണാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബാങ്കുകളിൽ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ വലിയ എൻട്രീസ് വേണം. അതല്ല സ്മോൾ ക്യാപ് ബാങ്കുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മിഡ് ക്യാപ് ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഹോൾഡിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് വലിയ എൻട്രീസിന്റെ ആവശ്യമില്ല കമ്പാരിറ്റീവ്ലി ലാർജ് ക്യാപ് കമ്പനികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ടോട്ടലി പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് ഇൻഫ്ലേഷനും ഒപ്പം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതനുസരിച്ച് അത് നേരിട്ട് കമ്പനികൾക്ക് ബെനിഫിഷ്യൽ ആയി മാറും, ബാങ്കുകൾക്ക് ബെനിഫിഷ്യൽ ആയി മാറും ഫസ്റ്റ് തന്നെ. ഒപ്പം തന്നെ ബാക്കിയുള്ള കമ്പനികൾക്കും ബെനിഫിഷ്യൽ ആയി മാറും. കമ്പനികൾക്ക് ബെനിഫിഷ്യൽ ആയി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും അത് റിഫ്ലക്ട് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം ഓക്കെ, താങ്ക് യു.